സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 45-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാര സമരമാവട്ടെ 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആശമാരുടെ സമരവീര്യത്തിൽ ഒരു കുറവുമില്ല. നിരാഹാരം ഇരുന്നവരിൽ ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചു. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, കടുത്ത സമരങ്ങളിലേക്ക് തന്നെയാണ് അവർ തുടക്കത്തിലേ പോയത്. അതായത് അവർ ആദ്യ ദിവസം സമരത്തിനിരിക്കുമ്പോൾ പോലും അവർക്ക് വ്യക്തമായിരുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന്. അത് നിരന്തരം ഉന്നയിച്ചതിന് ശേഷം പോലും നടക്കാതെ വന്നപ്പോഴാണ് അവർ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് രാപ്പകൽ സമരവുമായി എത്തുന്നത്. ഇപ്പോൾ 7-ാം ദിവസം നിരാഹാര സമരത്തിലേക്കും അവർ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂട്ടമായി ഉപവസിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷെ അപ്പോഴും ഒരു വശത്ത് സർക്കാർ നിസ്സംഗമായിരിക്കുന്നു, അല്ലെങ്കിൽ അപമാനിക്കലുകൾ തുടരുന്നു. എന്താണ് അവരുടെ നിലപാട്? ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 45-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 7-ാമത്തെ ദിവസമാണ് ഇവരുടെ നിരാഹാര സമരം ഇപ്പോൾ നടക്കുന്നത്. അവർ ഉന്നയിച്ചതുപോലെ തന്നെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ്, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്യുന്നത്. തങ്ങൾക്ക് ഉള്ള ന്യായമായ ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതെന്ന് മാത്രമാണ് അവർ ഇപ്പോഴും ഒന്നിടവിട്ട് ചോദിക്കുന്ന ഒരു കാര്യം. തങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണോ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും, വോട്ട് മേടിച്ച് ജയിച്ചതിന് ശേഷം എന്താണ് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ചോദ്യമൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവർ പോരാളികളാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരു ആശാവർക്കർ പറയുകയുണ്ടായി. പോരാളികൾ തന്നെയാണ്. കോവിഡ് സമയത്തും അതുപോലുള്ള എല്ലാ മഹാമാരികളും ഉണ്ടായ സമയത്തും ആശാവർക്കർമാർ മാത്രമായിരുന്നു സർക്കാരിൻ്റെ താങ്ങായി നിന്നിട്ടുള്ളത്. അവരെ എന്തുകൊണ്ടാണ് സർക്കാർ ഈ സമരവേദിയിലെത്തിയൊന്നും തിരിഞ്ഞു നോക്കാത്തെന്നൊരു ചോദ്യം മാത്രമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർക്ക് 2 പേർ, NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച പൂർണ്ണ പരാജയമായി മാറിയൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി എന്ന് പറഞ്ഞൊരു പുകമറ സൃഷ്ടിക്കുകയുണ്ടായി. അതും പൊളിഞ്ഞതിന് ശേഷമാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് പഠിക്കൽ അവർ അനിശ്ചിതകാല സമരം, അവരൊരു മഹാസമരം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു നിരാഹാര സമരം ഇപ്പോൾ 7-ാം ദിവസമാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാം ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ ആളുകൾ വളരെ കുറവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആശാവർക്കറായിരുന്ന സതി എന്ന് പറയുന്ന ചേച്ചിയുടെ ഭർത്താവ് ഇന്നലെ വൈകിട്ടോടുകൂടി മരണപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളുകൾ വളരെ കുറവായിരിക്കുന്നത്. അദ്ദേഹം നമ്മളിവിടെ നിൽക്കുമ്പോൾ സമയത്ത് എപ്പോഴും കാണാറുണ്ട്, എപ്പോഴും സമരവേദിയിൽ മുന്നിട്ട് നിൽക്കുന്നൊരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് വിട പറഞ്ഞതെന്നാണ് ആശാവർക്കർമാർ നമ്മളോട് അറിയിച്ചത്. അതുപോലെ തന്നെ ഏതൊരു സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതൊരു സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിരാഹാരം നടക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്തായാലും ഈ ഒരു ആശാപ്രവർത്തകർ അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് ആരാണോ, ഈ ഒരു നിരാഹാര സമരം ഇരിക്കുന്നത് ആരെയാണോ അവരെ നോക്കാൻ ഒരു ഗവൺമെൻറ് ഡോക്ടർ എത്തേണ്ടത് വളരെ അത്യാവശ്യം. അത് എല്ലായ്പ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ 7 ദിവസമായിരിക്കുകയാണ്. 7 ദിവസമായിട്ടും ഇതുവരെ ഒരു ഗവൺമെൻറ് ഡോക്ടർ പോലും ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവർ ഇന്നലെ ഇവിടെ ഇപ്പോൾ 2 ആശമാർക്ക് വയ്യാതെയായി സമരം ചെയ്തതിന് ശേഷം ഈ ഒരു ആശമാരെ ഇന്നലെ നിംസിൽ നിന്ന് ആശമാർ തന്നെ കൊണ്ടുവന്ന് നിംസിൽ നിന്ന് 2 ഡോക്ടർമാർ വന്നാണ് ഇവർ നോക്കിയത്. ഒരു ഗവൺമെൻറ് ഡോക്ടർ പോലും ഈ ഒരു സമരവേദിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇവിടെ ഉയരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സമരവേദിയിലുള്ള മിനിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താണ് ഇവിടെ ഒരു ഡോക്ടർമാർ പൊതുവെ ഒരു നിരാഹാര സമരം ഇരിക്കുമ്പോൾ ഗവൺമെൻറ് ഡോക്ടർ വന്ന് നോക്കേണ്ടത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ അത് എത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? വസ്തുതയാണ്, 7-ാമത്തെ ദിവസമാണ് നിരാഹാര സമരം. ഇതേവരെ ഇവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഡോക്ടർ വന്നിട്ടില്ല. ഞങ്ങളുടേതായ നിലയിൽ ഡോക്ടർമാരെ വെച്ച് പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ ആരോഗ്യനില പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് അങ്ങേറ്റ പ്രതിഷേധാർഹമാണ്. നമ്മൾ ധാരാളം സമരങ്ങളിലൂടെ കാണാറുണ്ട്. അപ്പോൾ സർക്കാർ നിസ്സംഗഭാവം അല്ലെങ്കിൽ നിഷേധാത്മക സമീപനം എടുത്തിരിക്കുന്നു തന്നെയാണ് മനസ്സിലാകുന്നത്. അത് മാറ്റേണ്ടതുണ്ട്. കാരണം ഇത് ആശാവർക്കർമാരുടെ ജീവൻ വെച്ച് പന്താടാനുള്ളൊരു വിഷയമല്ല. ഇത് വളരെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ വരുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും
നിലവിൽ എന്തൊക്കെ പ്രോട്ടോക്കോളാണുള്ളത് അത് ആശാവർക്കർമാരുടെ കാര്യത്തിലും നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറ്. ഇന്നലെ ഒരാൾക്ക് ഇവിടെ വയ്യാണ്ടായി, ഇതിന് മുന്നേ ഒരു ദിവസവും ഈ സമരം ഇരുന്ന ഒരു ചേച്ചിക്ക് വയ്യാണ്ടായി. ആരെങ്കിലും നിങ്ങളിപ്പോൾ പോലീസുകാരോട് പറഞ്ഞു, കമ്മീഷണർ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നിവിടെ നമ്മളോട് ആശാവർക്കർമാരെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങളിത് NHM-നോ അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകർ, കാരണം നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണ്, നിങ്ങളാണ് കോവിഡ് സമയത്തും എല്ലാ സമയത്തും സർക്കാരിൻ്റെ ഒരു താങ്ങായി നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നോ? ബന്ധപ്പെട്ടവരുടെ മുന്നിലാണല്ലോ ഈ സമരം നടക്കുന്നത്. ഞങ്ങളോട് ഇവിടുത്തെ കൻ്റോൺമെൻറ്റ് CI അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ഡോക്ടർമാർ വരും പരിശോധിക്കുമെന്നു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇതേവരെ വന്നിട്ടില്ല. അന്വേഷിക്കുമ്പോൾ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ സമരസമിതി ഞങ്ങളിത് പരിഗണിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടേതായ നിലയിൽ ഡോക്ടർമാരെ അറേഞ്ച് ചെയ്ത് രാവിലെയും വൈകുന്നേരവും പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിതിനകത്ത് ഒരു വീഴ്ചയും വരുത്തുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിസ്സംഗ മനോഭാവം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ മറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിരാഹാര സമരം നടക്കുമ്പോൾ ഒരു സർക്കാർ ഡോക്ടർ ഈ ഒരു സമരപന്തലിലെത്തി ഇവിടെ വയ്യാണ്ടാവുന്നത്? ഇതുവരെ സമരം ചെയ്ത് 2 ആശമാർക്ക് അസുഖം ബാധിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആരോഗ്യസ്ഥിതി വളരെയധികം വഷളായിരുന്നു. എന്നിട്ട് കൂടി ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ ഒരു സമരപന്തലിലേക്ക് അനുവദിക്കാത്തത് എന്നൊരു ചോദ്യം അവർ വീണ്ടും ഉന്നയിക്കുകയാണ്. ബന്ധപ്പെട്ടവരെ അറിയിച്ചു എങ്കിൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ധാർഷ്ട്യം എന്ന് കഴിഞ്ഞ ദിവസം ആശമാർ പറയുകയുണ്ടായി. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത്. ധാർഷ്ട്യം തന്നെയാണ്, സർക്കാരിൻ്റെ ധാർഷ്ട്യം എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതെന്നാണ് ഇപ്പോഴും അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വീണ.